ഇത് ട്രാൻസ്ഫോമർ, സിമ്പിൾ ഇൻവെർട്ടർ സർക്യൂട്ട്. ട്രാൻസ്ഫോമർ AC ഭാഗം, ഇത് DC ഭാഗം, DC ആക്കിയിട്ട് ഒരു 1K, ഒരു ഡയോഡ്, ട്രാൻസിസ്റ്റർ 547 540 540 ഉപയോഗിക്കുന്ന സാധാരണ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇത് കറണ്ട് പോകുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും, ഇത് കണ്ടക്ട് ചെയ്യും. ഇതിന് വോൾട്ടേജ് ഇതിന് സപ്ലൈ ഇതാവും. ബേസും കളക്ടർ എമിറ്ററും കൂടി ഷോർട്ട് ആവും. അപ്പോൾ സപ്ലൈ വന്ന് ഈ സപ്ലൈ ചെയ്യുക. അത് ഇത് കോയിലായിരിക്കുന്നത്. അപ്പോൾ ഇത് കോയിൽ മാഗ്നറ്റാവും. അത് ഇരുമ്പുണ്ടായിട്ടില്ല. അത് മാഗ്നറ്റാകുമ്പോൾ ഈ കോണ്ടാക്ട് ഇതിലെപ്പോഴും ലീക്കിൻ്റെ ആകും. ഇവിടെ ഇത് 2-3 ചോപ്പുണ്ട്. അപ്പോൾ ഈ കോമൺ ചോപ്പിൽ ഈ ചോപ്പിൽ എപ്പോഴും ലീക്കിൻ്റെ ആവുക. അപ്പോൾ കറണ്ട് പോകുമ്പോൾ കറണ്ടുള്ളപ്പോൾ ഇതിലേക്ക് ലീക്കിൻ്റെ ആവുക. കറണ്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരും. ഇതിങ്ങനെ വന്ന് ഇൻവെർട്ടറിലേക്ക് കയറി ഈ ലൈറ്റ് കത്തും. അപ്പോൾ സിമ്പിൾ സർക്യൂട്ട് കഴിഞ്ഞപ്പോൾ വരച്ചു എന്നാണ്. ഈ വലിയ ഇൻവെർട്ടറിൽ വന്നേരം. എന്നിട്ട് അപ്പോൾ ഈ കറണ്ട് വരുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യില്ല. ഇതിൽ വന്ന് സപ്ലൈ വന്ന് ഈ ബാറ്ററി ചാർജ് ആവും. ഇങ്ങനെ വന്ന് ചാർജ് ആവും. കറണ്ട് പോവും. ഇതിന് സർക്യൂട്ട് ഇൻവെർട്ടർ അല്ല, ഈ ഇലക്ട്രോണിക്സുകൾ, ഇലക്ട്രോണിക് കപ്പാസിറ്റർ, റെസിസ്റ്റൻസ്, അതുമാതിരി ഒരു ട്രാൻസിസ്റ്റർ 30 പവർ ട്രാൻസിസ്റ്റർ വെച്ച് ഇത് അങ്ങനെയുള്ള കണക്ഷൻ. ഇതൊക്കെ NPN ട്രാൻസിസ്റ്ററാണ്. അത് ബേസിക് കൊണ്ടുവന്ന് വരുമ്പോൾ കണ്ടക്ട് ചെയ്ത് കളക്ടർ എമിറ്റർ. ഇതിൻ്റെ വർക്ക് ഇതിൻ്റെ റിലേ മുകളിലാണ്. PNPയുടെ അത് NPN ട്രാൻസിസ്റ്റർ റിലേ ഈ കളക്ടറിൻ്റെ ഭാഗത്തേക്കാണ്. ഈ NPN ട്രാൻസിസ്റ്ററിൻ്റെ റിലേ ഈ കളക്ടറിൻ്റെ മുകളിലായിരിക്കുന്ന റിലാണ് PNPയുടെ ഇപ്പോൾ ഈ ഭാഗത്ത് വരുന്നത്, അടിഭാഗത്ത് ബാറ്ററി ചാർജ് വേണം. എന്നിട്ട് ഇനിയിപ്പോൾ ഒരു ബാറ്ററിക്ക് ഫുൾ ചാർജ് വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് കട്ട് ഓഫ് ചെയ്യാം. ഇതിൽ ഫുൾ ചാർജ് വരുമ്പോൾ കട്ട് ഓഫ് ഇതിൽ സപ്ലൈ കൊടുക്കുക. നമ്മളിങ്ങനെ 5 വോൾട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക ഇൻവെർട്ടർ ട്രാൻസ്ഫോമർ വഴി. ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇതിൽ ഇങ്ങനത്തെ ട്രാൻസ്ഫോമർ മേടിച്ച് ഇതിലേക്ക് ഉപയോഗിക്കുക. ഇത് രണ്ടിനും കൂടി ലാഭപ്പെടാം. ഒരു ട്രാൻസ്ഫോമർ മതി. അപ്പോൾ ഇതിലേക്ക് വോൾട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്ന് റിലേ എപ്പോഴും അപ്പോൾ ഫുള്ളും കിലോ ഉണ്ട്. ഇത് റെഡ് ഫുൾ ചാർജ് ആകുമ്പോൾ റെഡ് കത്തും. അതുവരെ ഈ റിലേയിൽ ഇങ്ങനെ വന്ന് ഇതിൽ വന്ന് വോൾട്ടേജിൽ ചാർജ് ആവും. ചാർജ് ഈ വഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇതിൽ വന്ന് ഈ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. ഫുൾ ചാർജായി നടന്നു കഴിയുമ്പോൾ ഈ കോണ്ടാക്റ്റ് ഈ മാഗ്നറ്റ് ഇവിടെ കൊടുത്തിരുന്ന മാഗ്നറ്റ് ഇവിടെ വന്നടിക്കും. അതുവരെ ഈ പച്ച കത്തി നിൽക്കുക. അപ്പോൾ ഈ പച്ച കെട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചുവപ്പ് കത്തും ഫുൾ ചാർജായി. അതിനുള്ള സർക്യൂട്ട് ഞാൻ ഭിത്തിയിൽ കൂടെ വരച്ച് വെച്ചേക്കുന്നത് ഉണ്ടാകും. ഇങ്ങനെ അതിൻ്റെ വർക്കിങ് ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല. കുറേ പ്രാവശ്യം പറഞ്ഞത് അതായത് ഈ ട്രാൻസിസ്റ്റർ ഉണ്ട്, 10K പ്രീസെറ്റ് ഉണ്ട്. ഇത് അതിൻ്റെ ഇതൊക്കെ കൂട്ടാനും കുറയ്ക്കാൻ ഇത് റെസിസ്റ്റൻസ് താരത്തേക്കാണ് വേണമെന്നില്ല 27K ആക്കി വെച്ചാൽ മതി. ഇത്രയില്ല ഈ പ്രീസെറ്റ് ഇതിന് തിരിക്കാനാണ് ഒരു സ്ക്രൂ ഡ്രൈവർ തിരിക്കുമ്പോൾ അതിൻ്റെ കോണ്ടാക്ട് എത്ര വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഇപ്പം അതിൻ്റെ ഇങ്ങനെ 2 ട്രാൻസ്ഫോമറൊന്നും വേണ്ട. അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഇതുമാതിരിയുള്ള ഈ ട്രാൻസ്ഫോമർ അടിച്ചു കഴിഞ്ഞാൽ തിരിയും പറ്റും, ചാർജ് ചെയ്യാനും പറ്റും, ഇൻവെർട്ടർ ആക്കാനും പറ്റും. ഇത് സാധാരണ ഇൻവെർട്ടറാണ്. ഞാൻ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം. ഇതല്ല ഇൻവെർട്ടർ എന്ന് പറഞ്ഞില്ലേ, ഇതൊരു റിലേ. ഈ റിലേയുടെ പോയിൻറ്റ് 3 പോയിൻ്റ് വേണ്ട. 1 2 3 ഇത് കോമൺ പോയിൻറ്റ്. ഇതിൽ എപ്പോഴും ഈ കോമൺ പോയിൻറ്റിലേക്ക് ഇത് ഇൻവെർട്ടറിൽ കറണ്ട് ഇല്ലാത്തപ്പോൾ ഈ പോയിൻ്റ് ഇത് വന്ന് അടിച്ചു ഇൻവെർട്ടറിൽ നിന്ന്. അപ്പോൾ ഇതിലത്തെ സപ്ലൈ ആ ലൈൻ പോയിട്ട് ഇതിൽ വന്ന് നമ്മുടെ റൂമിലെ ഫാൻ AC അല്ല AC ചെറിയ സാധനങ്ങൾ ഫാൻ AC ഫാൻ ട്യൂബ് ലൈറ്റുകളൊക്കെ ഓണാക്കാൻ ഇങ്ങനെ വന്ന് ന്യൂട്രലിൻ്റെ ആവശ്യമില്ല. ഇൻവെർട്ടറിലേക്ക് ഇൻവെർട്ടറിലുണ്ടെങ്കിലും ഇങ്ങനെ വന്ന് ഇതിൽ വന്ന്